സാർ അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, സാധാരണ ഇപ്പോൾ ഒരു ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസിൽ റേഡിയേഷൻ, കീമോ, ഇമ്മ്യൂണോതെറാപ്പി ഓരോരോ ഷെഡ്യൂളായിട്ട് നമ്മൾ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ കാർട്ടിസൽ തെറാപ്പി ഓപ്റ്റ് ചെയ്യുന്ന പേഷ്യൻസിന് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ആകാനായിട്ട് ഏകദേശം എത്ര നാൾ ടൈം പീരീഡ് വേണ്ടി വരും? എല്ലാവർക്കും ഒരു ഫിക്സഡ് ടൈം പീരീഡ് ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിതിൽ പേഷ്യൻറ്റ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കതിലേക്ക് പിന്നെ വരാം. പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരം എന്നുള്ള രീതിയിൽ പൊതുവേ ഈ കാർട്ടീസെൽ മാനുഫാക്ചർ ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ, സെൽസ് എടുത്ത് പുറത്ത് ഒരു ലാബിൽ ആണിത് മാനുഫാക്ചറിങ് ഉണ്ടാക്കുന്നത്. അതിന് ഏകദേശം ഒരു 2 weeks to 3 weeks ടൈമാണ് ഈ മാനുഫാക്ചറിങ്ങിന് മാത്രം വേണ്ടി വരുന്നത്. ഈ മാനുഫാക്ചർ ചെയ്ത സെൽസ് നമുക്ക് തിരിച്ച് ബോഡിയിൽ കയറ്റുന്നതിന് മുമ്പ് ബോഡീനെ അതിന് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം കൂടുതലായിട്ട് ഈ സെൽസ് നമുക്ക് ദോഷം ചെയ്യാം. അപ്പോൾ ബോഡി ഇമ്മ്യൂണിറ്റി കുറച്ച് നിർത്തേണ്ട ഒരു ആവശ്യമുണ്ട്. അതിനൊരു പ്രിപ്പറേഷൻ ഒരു 5 days 7 days ഒരു കീമോ പോലത്തെ ഒരു മരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ എടുക്കുവാണെങ്കിൽ ഒരു 3 weeks to 4 weeks ആണ് ആ കാർട്ടീസെൽ തെറാപ്പിയുടെ ഹോൾ പ്രോസസ്സ്. നമ്മൾ ആദ്യം സംസാരിച്ചതുപോലെ ലോകത്തിൽ തന്നെ ഇത് 5 വർഷമായിട്ടുള്ള നിലവിൽ വന്നിട്ട്, ഇന്ത്യയിൽ വന്നിട്ട് 1 വർഷം. സാറിന് എന്ത് തോന്നുന്നു, ഈ കാർട്ടിസെൽ തെറാപ്പി പ്രോമിസിങ് ആണോ? പേഷ്യൻസിനെ ഓപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് സാറിൻ്റെ ഇത്രയും ദിവസത്തെ എക്സ്പീരിയൻസ്, ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വാട്ട് യു സജസ്റ്റ്? പേഷ്യൻ്റ് സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇതിലേറ്റവും കാർട്ടിസെൽ തെറാപ്പിയുടെ ഏറ്റവും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത്, പലപ്പോഴും ചില ക്യാൻസേഴ്സ് ഉണ്ട്, നമ്മൾ കീമോ കൊടുത്താലോ റേഡിയേഷൻ കൊടുത്താലോ അത് തിരിച്ചു വരും, അല്ലെങ്കിൽ അത് പ്രതികരിക്കാതിരിക്കും. റിക്കറൻസ് അല്ലെങ്കിൽ റിഫ്രാക്ടറി ഡിസീസസ് എന്ന് പറയും. അങ്ങനത്തെ ക്യാൻസേഴ്സ് പൊതുവേ പണ്ടെല്ലാം അതൊരു ഡെത്ത് നോളാണായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ അത് മരണത്തിലേക്ക് തന്നെ നയിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ്. പക്ഷേ ഈ കാർട്ടിസെൽ തെറാപ്പി വന്നതിന് ശേഷം ഇങ്ങനത്തെ റിഫ്രാക്ടറി ഡിസീസസ് അല്ലെങ്കിൽ ഏർലി റിലാപ്സ്ഡ് ലിംഫോമാസ്, ലുക്കീമിയാസ്, ഇതിനെല്ലാം ഒരു പൊട്ടൻഷ്യൽ ക്യൂർ പലപ്പോഴും ഈ ഒരു തെറാപ്പി കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ടോട്ടലി ഒരു ചേഞ്ചാണ് നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്പെക്ട്രത്തിൽ തന്നെ വരുന്നത്. ഒരു ഹോപ്പും ഇല്ലാത്തൊരു പേഷ്യൻറ്റിന് പുതിയൊരു ഹോപ്പ് കൊടുക്കുകയാണ് ലൈഫിലേക്ക്. മനസ്സിലായി. സാർ ഈ കാർട്ടിസെൽ തെറാപ്പിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ സാർ ആദ്യം മുതൽ പറയുന്നുണ്ട് ഇതിൻ്റെ എഫക്റ്റീവ്നെസ് വരുന്നതിൽ പേഷ്യൻ്റ് സെലക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ തീർത്തും കാർട്ടിസെൽ തെറാപ്പി പറ്റില്ല എന്ന് പറയപ്പെടുന്ന ക്യാൻസറുകൾ, ടൈപ്പ് ഓഫ് ബ്ലഡ് ക്യാൻസേഴ്സ് ഉണ്ടാവുമല്ലോ, അത് ഏതെല്ലാം തരത്തിലുള്ള ക്യാൻസേഴ്സാണ്? ക്യാൻസറിനേക്കാളും ഉപരിയായിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാനുള്ള പേഷ്യൻ്റ് ഫിറ്റ്നസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് കാർട്ടിസെൽ തെറാപ്പി വരുന്നതിന് മുമ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ ട്രാൻസ്പ്ലാന്റ്, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്, അല്ലെങ്കിൽ 2 തരത്തിലുള്ള അലോജനിക് ട്രാൻസ്പ്ലാന്റ്, അങ്ങനത്തെ ട്രാൻസ്പ്ലാന്റ്സ് ആയിരുന്നു ഈ അഗ്രസീവ് ആയിട്ടുള്ള ക്യാൻസേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഈ ട്രാൻസ്പ്ലാന്റ് വർക്ക് ചെയ്യുന്നെങ്കിൽ മെയിൻലി അസുഖത്തിൻ്റെ തോത് കുറയണം, കീമോ സെൻസിറ്റീവ് ആയിരിക്കണം. അങ്ങനത്തെ അല്ലാത്ത പേഷ്യൻസിന് പോലും ഈ കാർട്ടിസെൽ തെറാപ്പി ഇഫക്റ്റീവാണ്. അപ്പോൾ ഇത് തീർത്തും ഉപയോഗിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വളരെ അഗ്രസീവായിട്ട് നിൽക്കുന്നൊരു അസുഖം, സ്റ്റിൽ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന അസുഖം, അല്ലെങ്കിൽ പേഷ്യൻ്റ് കോമോബിഡിറ്റീസ്, വേറെ പല അസുഖങ്ങൾ, മാനേജ് ചെയ്യാൻ പറ്റാത്ത ലിവർ ഡിസീസ്, കിഡ്നി ഡിസീസ്, ഹാർട്ട് ഡിസീസ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, ഇതെല്ലാം വളരെ കൂടി നിൽക്കുന്ന അവസ്ഥയിലൊന്നും ഇതിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. അതായത് പേഷ്യൻ്റെ അസുഖം വളരെ അഗ്രസീവായിട്ട് നിൽക്കുന്ന സമയത്തും അതുപോലെ തന്നെ വേറെ കോമോർബിഡിറ്റീസ് ഉള്ള സമയത്തും എല്ലാ ട്രീറ്റ്മെൻറ്റ്സിനും അതിൻ്റേതായ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവും. കാർട്ടിസെൽ തെറാപ്പിയിൽ എന്തെല്ലാം തരത്തിലുള്ള മെയിൻ ലിമിറ്റേഷൻസ് ആണ് ഇപ്പോൾ കണ്ടുവരുന്നത്? ലിമിറ്റേഷൻസ് ഇൻ ദ സെൻസ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മുടെ തന്നെ T സെൽസിനെ ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യാൻ പ്രാപ്തമാക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ T സെൽസ് ക്യാൻസറിനെ ഫൈറ്റ് ചെയ്യുന്നത് അതിനെ സെൽസിനെ നശിപ്പിക്കുകയും അതിൽ നിന്നുണ്ടാകുന്ന ചില സൈറ്റോകൈൻസ് എന്ന് പറയും, ഒരു ഹോർമോൺ അല്ലെങ്കിൽ പ്രോട്ടീൻ പോലത്തെ കാര്യങ്ങൾ, അത് വന്നിട്ടാണ് ഈ സെൽസിനെ നശിപ്പിക്കുന്നത്. പക്ഷേ ഇതിന് ഓഫ് ടാർഗറ്റ് ഇഫക്ട്സ് ഉണ്ട്. അതായത് ഈ ക്യാൻസർ സെൽസിനെ അല്ലാതെയും അത് ഡാമേജ് ചെയ്യാം. അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ നമുക്ക് പനി പോലെ വരുന്ന സൈറ്റോകൈൻ റിലീസ്, ഈ സെൽസ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ചസ്, പനിയായിട്ട് വരാം, കൗണ്ടിൽ വ്യത്യാസങ്ങളായിട്ട് വരാം. ചിലർക്ക് ന്യൂറോളജിക്കലുള്ള പ്രശ്നങ്ങൾ, ഓർമ്മക്കുറവ്, ഹാലൂസിനേഷൻസ്, അതെല്ലാം ഈ കാർട്ടിസെൽ ഇൻഫ്യൂഷൻ, അതായത് മോഡിഫൈ ചെയ്ത T സെൽസ് ബ്ലഡിലേക്ക് കയറ്റി ഒരു വിത്തിൻ 2-3 weeks ആണ് ഈ കോംപ്ലിക്കേഷൻസ് മിക്കതും പൊതുവെ കാണാറ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ക്ലോസ് മോണിറ്ററിങ്, ഇൻ പേഷ്യൻ്റ് കെയർ പലപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ഒന്ന് സൈറ്റോകൈൻ റിലീസ് എന്ന് പറയുന്നതും, പിന്നെ ന്യൂറോളജിക്കലായിട്ട് വരുന്ന ചില ടോക്സിറ്റീസും, പിന്നെ HLH എന്നൊക്കെ പറയുന്ന ചില റെയർ ആയിട്ടുള്ള, അതാണ് ഏറ്റവും ഒരു ലൈഫ് ത്രെട്ടനിങ് ഒരു സിറ്റുവേഷൻ ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും നമ്മൾ ഓരോ പേഷ്യൻറ്റും നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഏർലിയസ്റ്റ് സൈൻ കണ്ടുപിടിക്കുകയും അവിടെ വെച്ച് തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്താൽ മിക്കപ്പോഴും ഇത് റെസ്പോൺസീവ്.